വീടുകളിൽ ചില വളർത്തുമൃഗങ്ങൾ പൂച്ച, പട്ടി, ഈ പറഞ്ഞ ഞാൻ നേരത്തെ ഒരു കാര്യത്തിൽ അക്വേറിയത്തെ കുറിച്ച് പറഞ്ഞു. ഈ അക്വേറിയത്തിലുണ്ടാകുന്ന മീൻ ഉൾപ്പെടെ മരിച്ചു. ഇത് ആദ്യം എഫക്റ്റ് ചെയ്യണത് ഗ്രഹനാഥൻ്റെ മനസ്സിലാണ്. ഗ്രഹനാഥനെ അറിയാൻ പറ്റും എന്തോ സംഭവം, സംതിങ് റോങ്. എന്നെ സമീപിച്ചവർക്കൊക്കെ നല്ല റിസൾട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ബിസിനസ്സിലായാലും ജോലിയില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. വാസ്തു പ്രശ്നവും ഗ്രഹനാഥനും. ശ്രീ രാജേന്ദ്ര ബാബു സർ, ABC മലയാളം സ്വാഗതം. നമസ്കാരം. നമസ്കാരം സർ. എനിക്കറിയേണ്ടത് നമ്മളുടെ ഈ വാസ്തുപരമായ പ്രശ്നങ്ങൾ വഴി ഒരു ഗ്രഹത്തിലെ ഗ്രഹനാഥന് മാത്രമാണോ പ്രശ്നമുണ്ടാകാൻ ചാൻസ് ഉള്ളത്? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഗ്രഹനാഥന് ഉണ്ടാകാനുള്ളത്? അത് കുടുംബത്തിലെ ബാക്കിയുള്ള അംഗങ്ങൾക്കും ഇത് ബാധകമാകുമോ? ഒന്ന് വിശദീകരിച്ചാൽ നല്ലതായിരിക്കും. നല്ലൊരു ചോദ്യമാണ്. കാരണം ഒരു വാസ്തുദോഷം ഉണ്ടാകുമ്പം ദോഷം ഭവിക്കുന്നത് ഗ്രഹനാഥന് മാത്രമോ അതല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് കുടുംബങ്ങൾക്ക് മാത്രമാണ്. നമ്മളിപ്പോൾ പല ദോഷങ്ങളും പലതും കണ്ടിട്ടുണ്ട്. ആദ്യം എഫക്റ്റ് ചെയ്യുന്ന ഗ്രഹനാഥനാണെങ്കിലും നമുക്ക് വളർത്തുമൃഗങ്ങളുണ്ടാകും. അതെ, വീടുകളിൽ ചില വളർത്തുമൃഗങ്ങൾ പൂച്ച, പട്ടി, ഈ പറഞ്ഞ ഞാൻ നേരത്തെ ഒരു കാര്യത്തിൽ അക്വേറിയത്തെ കുറിച്ച് പറഞ്ഞു. ഈ അക്വേറിയത്തിലുണ്ടാകുന്ന മീൻ ഉൾപ്പെടെ മരിച്ചു പോകും. അത് വാസ്തുവിലുണ്ടാകുന്ന ചില, അതായത് നമ്മുടെ എനർജിയിലുണ്ടാകുന്ന ചില ഇതുകൊണ്ടാണ്. ശരിക്കും ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്ന ഗ്രഹനാഥൻ്റെ മനസ്സിലാണ്. ഈ വാസ്തുദോഷം കൊണ്ടോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അവിടെ ഉണ്ടാകുന്ന എനർജിയുടെ ഫ്ലോ കൊണ്ടോ ഗ്രഹനാഥനും ഭാര്യയ്ക്കും കുട്ടികൾക്കും അവരുടെ അച്ഛനമ്മമാർക്കും ഒക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ അവിടെയുള്ള അന്തരീക്ഷത്തിലും ഇത് നമുക്ക് അറിയാൻ പറ്റും. അത് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിലെ എനർജി കണ്ടുപിടിച്ച് ചെക്ക് ചെയ്തൊക്കെ വരുമ്പോൾ അവിടുത്തെ എന്താണെന്ന്, ആ നെഗറ്റിവിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ആദ്യം എഫക്റ്റ് ചെയ്യണത് ഗ്രഹനാഥൻ്റെ മനസ്സിലാണ്. ഗ്രഹനാഥനെ അറിയാൻ പറ്റും ഇത് എന്തോ സംഭവം, സംതിങ് റോങ്. അത് ചിലപ്പോൾ ഭാര്യയ്ക്ക് പെട്ടെന്ന് തലകറങ്ങി വീണു, വീട്ടിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ വലിയ എന്തൊക്കെ പ്രശ്നം, വയറ്റിൽ പ്രശ്നം, അതല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം, പോകുന്ന വഴിക്ക് വണ്ടി മുട്ടി, വീട്ടിനകത്ത് എന്തെങ്കിലും മിക്സി പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും. ഇതെല്ലാം കാണിക്കുന്ന സിംറ്റംസാണ്. ഈ സിംറ്റംസ് കാണുമ്പോൾ ചെറിയ സിംറ്റംസ് ആദ്യം ഗ്രഹനാഥന് തോന്നിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇത് കറക്റ്റ് ചെയ്യാനുള്ളൊരു മര്യാദ അല്ലെങ്കിൽ ആ ഒരു താല്പര്യം ആ ഗ്രഹനാഥന് എടുത്തു കഴിഞ്ഞാൽ പരിപൂർണ്ണമായിട്ട് തീർന്നു പോകും. കാരണം നമുക്ക് ഒത്തിരി ദുരിതങ്ങൾ വന്ന് കാശ് മുഴുവൻ പോയിട്ട് ചെയ്തിട്ട് കാര്യമില്ല, ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ചിലപ്പം. ഇതെന്തെങ്കിലുമൊക്കെ നമുക്ക് വീട്ടിൽ നെഗറ്റിവിറ്റി വരുമ്പോൾ തന്നെ ആരോടെങ്കിലും ചോദിച്ച് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഒരു 10-60 വീടുകളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. കാരണം ചെറിയ എവിടെയെങ്കിലും ചെല്ലുന്ന വഴിക്ക് തകിട് എഴുതി കൊടുക്കും, ഏലസ് എഴുതി കൊടുക്കും. ഈ ഏലസ് എഴുതി കൊടുക്കുമ്പോൾ ആ ഏലസ് വീട്ടിലുള്ളവർക്ക് പറ്റാത്തതായിരിക്കും. അയാൾ കൊടുക്കുന്നത് നല്ലതിന് വേണ്ടിയാണ്, പക്ഷെ അത് ആ വീട്ടിൽ ദോഷം വരും. ഇത് ആ ഏലസ് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് അവിടെ ഉടനെ തോന്നുന്നു അപ്പുറത്തൊരു ചെറിയൊരു വർക്ക് ഏരിയ ചെയ്താൽ കൊള്ളാം, പൈസ ഉണ്ടല്ലോ. ഈ വർക്ക് ഏരിയ ചെറുതല്ലേ, ഈ വർക്ക് ഏരിയ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ വീട്ടിൽ ഓരോന്നായിട്ട് നെഗറ്റിവിറ്റി ഇങ്ങനെ വരും. വർക്ക് ഏരിയ ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കാണെങ്കിൽ ഭാര്യയ്ക്ക് സുഖമില്ലാണ്ട് വരും, അല്ലെങ്കിൽ കുട്ടികൾക്ക് സുഖമില്ലാണ്ട്, പുള്ളിക്ക് തന്നെ ചിലപ്പോൾ ഇയാൾക്ക് ലാസ്റ്റേ വരുള്ളൂ, ഗ്രഹനാഥന് ചിലപ്പോൾ ലാസ്റ്റേ വരുള്ളൂ. ഇതുകൊണ്ട് നമ്മളെന്ത് സംഭവിക്കും? നമ്മളെ സമ്പാദിച്ച ഊർജം മുഴുവൻ തീരും, ധനം മുഴുവൻ തീരും, മനസ്സ് ഡെസ്പാവും, മാനസികമായിട്ട് നമ്മളാകെ തകർന്നു പോകും. ഇതെല്ലാം ഒരു ചെറിയ കറക്ഷനിലൂടെ വരുത്താവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മളാരും ഇത് കണ്ടുപിടിക്കണില്ല, കാണുന്നില്ല, ശ്രദ്ധിക്കണില്ല. ഒരു വാസ്തുക്കാരനെ വിളിച്ച് എന്ത് ദോഷമുണ്ടെന്ന് പറഞ്ഞ് വന്ന ഉടനെ അയാൾ ചുറ്റും കോലെടുത്ത് അല്ലെങ്കിൽ ടേപ്പെടുത്ത് അളക്കും, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പുഷ്പാഞ്ജലി കഴിച്ചു തരും, ഈ വീടിന് കുഴപ്പമൊന്നുമില്ല. വീടിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിനകത്ത് ചിലപ്പോൾ എലമെൻറ്റ്സ് എന്തെങ്കിലും മാറിയിട്ടുണ്ടാവും, അതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും ചില വേണ്ടാത്ത സാധനങ്ങൾ വന്നിട്ടുണ്ടാവും. ഇതെല്ലാം കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം യഥാർത്ഥമായിട്ട് ഉത്തമനായൊരു വാസ്തു ആചാര്യൻ. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വീടിൻ്റെ പുറത്തിറങ്ങുമ്പോൾ തന്നെ, പണ്ട് ചില ആൾക്കാരുണ്ട് വീട്ടിൽ വന്നിങ്ങനെ അദ്ദേഹം വന്ന് മുഴക്കോല് കുത്തി ഉടനെ അപ്പുറത്തൊരു ഇതുണ്ടല്ലോ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. കാരണം അത് ആ വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക്. ചിലവർക്ക് വീട്ടിൽ കയറുമ്പോൾ അടുത്തെത്തുമ്പോൾ തന്നെ 6th സെൻസ് വർക്ക് ചെയ്യും. അതെ, അത് കുറേ വർക്ക് ചെയ്യും. ഇത് ആരും പറയില്ല.
നമ്മളിതെല്ലാം ലാഭത്തിൻ്റെ കണ്ണ് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് എന്തൊക്കെ ലാഭം? എനിക്കാണെങ്കിൽ ലാഭം വേണ്ട. 100% ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ മാത്രമാണ് എന്നെ എൻ്റെ ഗുരുനാഥന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. പല ഗുരുനാഥന്മാരും ഞാൻ 5-6 സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. അതിലൊക്കെ പലരും പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മൾ ഒരു വീട്ടിൽ പോയാൽ ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ സയൻസ് ഇതൊരു സയൻസാണ്. അതെ, ശരിയാണ്. ഇതൊരു വലിയ ഇതൊന്നുമല്ല. ഇത് ശരിക്കും ഇതൊരു എനർജി ബാലൻസ് ചെയ്യുന്നൊരു സയൻസാണ് വാസ്തുശാസ്ത്രം. ഇതിനകത്ത് നമ്മളൊരു ജീവിതത്തെ എങ്ങനെ രക്ഷിച്ചു കൊടുക്കാമെന്ന് കാണിച്ചു കൊടുക്കാം. എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നെ സമീപിച്ചവർക്കൊക്കെ നല്ല റിസൾട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ബിസിനസ്സിലായാലും ജോലിയില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് ചില അഡീഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കും അവിടെ. ശരിയാണ്. ആ ഒരു അഡീഷൻസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മാറ്റങ്ങളുണ്ടാകും. ഇപ്പം നേരത്തെ വാസ്തു ദോഷം എന്ന് പറഞ്ഞാൽ വാസ്തു നന്നായി കഴിഞ്ഞാൽ വലിയ റിസൾട്ട് വരും. അപ്പോൾ ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ദോഷം എന്ന് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കണം നമ്മൾ മനസ്സുകൊണ്ടാണ് തോന്നിച്ചാണ് അതല്ല. ഇത് ഒരിടത്ത് ചെല്ലുമ്പോൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ നിന്ന് മാറില്ല. കൂടുതലും അത് മാറ്റി കൊടുക്കണം, നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ എനർജിയാണെന്ന് പറഞ്ഞല്ലോ. ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകാം, അല്ലെങ്കിൽ എലമെൻസിൻ്റെ ഒരു സ്ഥാനം മാറ്റം. നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് നമുക്കൊരു സാധാരണ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അതിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ടിപ്സ് നേരത്തെ പറഞ്ഞ പോലെ സംസാരിച്ചപ്പോൾ ഉണ്ടായ ടൂൾസ് എന്ന് പറഞ്ഞല്ലോ. അതെന്താ വല്ല ടൂൾസോ അല്ല? ടൂൾസ് നമുക്ക് ആ വീട്ടിൽ പോയിരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ അവിടെ എനർജി മാറിയിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അല്ല, ഇത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴുള്ള അവസ്ഥ. ഇപ്പം ഞങ്ങൾ വീട്ടുകാർക്ക് തന്നെ ഒരു ഗൃഹനാഥൻ ആ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു ഉപാധി അത് ജ്യോതിഷമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മളൊരാൾ വിളിക്കുകയാണ്, ഹലോ ഇന്ന ആളല്ലേ നീ. അപ്പം നമ്മൾ ആദ്യമേ നോക്കുന്ന സമയമാണ്, ലഗ്നം അല്ലെ ഉദയാരൂഢം വെച്ച് നോക്കും. ഇയാൾ വിളിക്കുന്ന ഭാവത്തിൻ്റെ 4 കുളികനോ 4-ാം ഭാവത്തിൽ പോയിട്ടതുപോലെ വിക്രമത്തിലോ അങ്ങനെയൊക്കെ നിൽക്കുന്ന കൂടി നോക്കിയിട്ടാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. ഇയാളൊരു വലിയ കോളും കൊണ്ടാ വന്നേക്കണം നമുക്കറിയാം. കാരണം അല്ലെങ്കിൽ ആ വീട്ടിൽ മരണം നടന്നിട്ടുണ്ടാവും. ഇതൊക്കെ ചോദിക്കുമ്പോൾ അവർ ഞെട്ടും. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, നമുക്കവിടെ ചെല്ലേണ്ട കാര്യമില്ല. നമുക്കിത് ഇയാൾ വിളിക്കുമ്പോൾ തന്നെ അറിയാം അയാളുടെ വീട്ടിൽ ഒരു ദുർമരണം നടന്നിട്ടുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അപകടം നടന്നിട്ടുണ്ട്, അതല്ല അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പുള്ളി ആകെ പെട്ടിരിക്കുകയാണ്. ചിലപ്പം ബാങ്കുകാർ ജപ്തിയോ കേസോ വഴക്കൊക്കെ ആയിരിക്കും. നമുക്കിതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ഒരു മുൻവിധിയോടുകൂടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കാൻ പറ്റും. അവരും കൂടി നമ്മളോട് സഹകരിച്ചാൽ 100% അപ്പം തന്നെ റെമഡി ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയും ചെയ്യാൻ പറ്റും. ഉപ്പ് ഏറ്റവും നല്ലൊരു സാധനമാണ്. ഉപ്പിനെ കൊണ്ട് ചോദിച്ചപ്പോൾ നന്നായി. ഉപ്പ് മഹാലക്ഷ്മിയുടെ സംഭവമാണ്. ഇത് ഉപ്പ് വീടിൻ്റെ പല ഭാഗങ്ങളിലും വയ്ക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അവിടെയുള്ള നെഗറ്റീവ് എനർജി ഫുള്ളാണെങ്കിൽ അത് അലിഞ്ഞു പോകും. ഉപ്പ് അലിഞ്ഞു പോകും. ഈ ഉപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നത് അവിടെ നെഗറ്റിവിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ്. ചില കല്ലുപ്പ് അങ്ങനെ തന്നെ കുറച്ച് നാളിരിക്കും. അവിടെ ഇതാണ് ഈ ഉപ്പും മറ്റുള്ള കുറച്ച് ദ്രവ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് നമുക്കൊരിക്കൽ ഞാൻ വളരെ വിശദമായിട്ട് സംസാരിക്കാം. അതൊക്കെ പെട്ടെന്ന് മേശയ്ക്കകത്തും വാൽമാരിയുടെ കാഷ് ബോക്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വർധനം ഉണ്ടാക്കിയെടുക്കാം. നമുക്കത് സാധാരണഗതിയിൽ കല്ലുപ്പ് വടക്കിഴക്കേ ഭാഗത്ത്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കന്നിമൂലയിലൊരു കക്കൂസുണ്ട്. നമ്മൾ അതിൻ്റെ പുറത്ത് കൊണ്ട കല്ലുപ്പ് ഒരു തുറന്ന ബൗളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ, മുഴുവനും മാറിയില്ലെങ്കിൽ ഒരു പരിധി വരെ, ഒരു പനി വന്ന ആൾക്ക് അതിൻ്റെ ചെറിയ ട്രീറ്റ്മെൻറ്റ് ചെയ്യണ പോലെ, ചെറിയത് ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുക്കണില്ല, അതിന് മുമ്പ് ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റ് ചെന്നൊരു ടാബ്ലറ്റ് കഴിച്ച കിട്ടുന്ന സുഖം നമുക്ക് ആ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കല്ലുപ്പിനേക്കാൾ റെഡ് പിങ്ക് സാൾട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് വയ്ക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ കൺസൾട്ടേഷനിലൂടെ പറഞ്ഞു കൊടുക്കാറുണ്ട്. വളരെ വളരെ സന്തോഷം. ഒരു ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട് എന്ന് പറയുന്നത് അയാളുടെ ഒരു ഡ്രീം ആയിരിക്കും. ആ അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നമ്മളുടെ ബാധിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിനെയൊക്കെ ബാധിക്കാനുണ്ട്. ഇതിനൊക്കെ സംബന്ധിച്ചൊരു വളരെ വിശദമായൊരു വിശദീകരണമാണ് സാറിപ്പോൾ തന്നത്. സന്തോഷം. നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം:
ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക. വാട്സാപ്പിലേക്ക് ഹായ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.